രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ദോശ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കുറേ ദോശ ചിലപ്പോൾ ബാക്കി വരാറുണ്ട്. അതിങ്ങനെ തണുത്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആർക്കും ഇഷ്ടാവില്ല പിന്നെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി നമുക്കിതിനൊരു മേക്ക് ഓവർ കൊടുക്കാം. എനിക്കിവിടെ ഒരു 4 ദോശ ബാക്കി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പിച്ചെടുത്ത് റെഡിയാക്കി വെക്കാം. ഇത് ഏത് കനത്തിലുള്ള ദോശയായാലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കനം കൂടിയതോ കുറഞ്ഞതോ ഏതും ആയിക്കോട്ടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇതെല്ലാം പിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങളോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. കൊത്തു ദോശ, കൊത്തു പൊറോട്ട പോലെ കൊത്തു ദോശ. ഇനി ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് അല്പം കടുക് ഉഴുന്നുപരിപ്പ് വിട്ട് അതൊന്ന് പൊട്ടിയ ശേഷം 1 സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 സവാള നീളത്തിലരിഞ്ഞതിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പിലോടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി ബ്രൗൺ ആകണ്ട, ഒരു ചെറിയതായിട്ടൊന്ന് ബ്രൗൺ ആയാൽ മതി. ഇത് ഇത്രയും ബ്രൗൺ കളർ ആയാൽ മതി. നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം, പൊടിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പീസസ് ആക്കി വെച്ചിരിക്കുന്ന ദോശ ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ നടുവിൽ നമുക്കൊരു സ്പേസ് ഉണ്ടാക്കി 2 മുട്ട പൊട്ടിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് കഴിഞ്ഞ ശേഷം അതിനെ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാം. മുട്ട അധികം വെന്ത് പോകുന്നതിന് മുമ്പ് തന്നെ ദോശ അതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡായിട്ട് തണുത്തിരിക്കുന്ന ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൊത്തു പൊറോട്ടയൊക്കെ കുത്തി എടുക്കുന്നത് പോലെ നമുക്ക് കുത്തി ഇതിനെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വൈകിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. അവർക്ക് മനസ്സിലാവുകയില്ലെന്ന് ദോശയാണെന്ന്. അങ്ങനെ ആർക്കും വേണ്ടാതെ തണുത്തിരുന്ന ദോശയെ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാക്കി മാറ്റി. ഇത് നല്ല ചൂടോടെ വേണം സെർവ് ചെയ്യാൻ. സെർവ് ചെയ്യുന്നതിന് മുമ്പേ ഇതിലേക്ക് അല്പം നാരങ്ങാ നീരും ഒരിത്തിരി കുരുമുളക് പൊടിയും ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് കഴിച്ചു നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ദോശ ബാക്കി വരുമ്പോൾ മാത്രമല്ല, ഇത് ഉണ്ടാക്കാൻ വേണ്ടി കൂടി നിങ്ങൾ ദോശ ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്.